3 ലക്ഷം വർഷം മുമ്പാണ് ആഫ്രിക്കയിൽ ആധുനിക മനുഷ്യരുണ്ടായത്. 1.5 ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് അവർ അവിടുന്ന് പുറത്തേക്ക് ചാടിയത്. 1.5 ലക്ഷം വർഷം നമുക്കിത് ടാലി ആവില്ല കേട്ടോ. നമ്മുടെ തലയിൽ ഈ കൊല്ലൊന്നും നമുക്ക് പെട്ടെന്ന് എങ്ങനെയുണ്ട് കിട്ടില്ല. 1.5 ലക്ഷം വർഷം ആഫ്രിക്കയിൽ കടന്ന് കറങ്ങി തിരിഞ്ഞു, പുറത്തു പോകാൻ പറ്റാണ്ടേ. 1.5 ലക്ഷം വർഷം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഇന്ത്യയിൽ വന്നത് 65,000 കൊല്ലം മുമ്പാണ്. നമ്മൾ ചരിത്രം ഒരു പരമാവധി ഒരു ബുദ്ധന്റെ അവിടെ നിന്നൊക്കെ നമ്മൾ തുടങ്ങുക, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ, ജൈനന്മാര് അവിടുന്ന് അങ്ങനെയൊക്കെ തുടങ്ങുക. യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് 65,000 കൊല്ലം മുമ്പെങ്കിലുമാണ്. 65,000 കൊല്ലം മുമ്പാണ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ മനുഷ്യ സമൂഹം ഇന്ത്യയിൽ വന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ കേട്ടോ. അന്ന് ഇന്ത്യ ഒന്നും ഇല്ലല്ലോ. ഈ ഉപഭൂഖണ്ഡത്തിന്റെ ഈ ഭൂമി എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. എന്താണ് ഈ പുതിയ പഠനം? ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മനുഷ്യരിലെല്ലാം നമ്മുടെ നിങ്ങളുടെയൊക്കെ DNA ഉണ്ടല്ലോ, നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന ജനിതക കോഡുകൾ ഉണ്ടല്ലോ. അതില് 2 മുതൽ 4% വരെ DNA നിയാണ്ടർത്താൽ മനുഷ്യരുടെ DNA ആണ് എന്നാണ്. ശരിക്ക് ശാസ്ത്രലോകം ഞെട്ടിപ്പോയി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? എന്താ അതിന്റെ അർത്ഥം? എന്റെയിലും നിങ്ങളുടെയിലും എല്ലാം 2 മുതൽ 4% വരെയുള്ള DNA നിയാണ്ടർത്താലുകളുടേതാണ് എന്നാണ്. നിങ്ങൾ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആ ജാതി ആകട്ടെ, ഈ ജാതി ആകട്ടെ, തമിഴനാകട്ടെ, മലയാളി ആകട്ടെ, പഞ്ചാബി ആകട്ടെ, കാശ്മീരി ആകട്ടെ, യൂറോപ്യനാകട്ടെ, ആരുമോ ആകട്ടെ, നിങ്ങളുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന DNA-യുടെ 4%-ഓളം നിയാണ്ടർത്താലുകളുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആധുനിക മനുഷ്യർ നിയാണ്ടർത്താലുകളെ കാട്ടുജീവികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നമ്മൾ കണക്കാക്കിയിട്ടില്ല. ആ നിയാണ്ടർത്താലുകളുമായി 40,000 50,000 വർഷങ്ങൾക്ക് അതോ അതിനു പിന്നിലോ വർഷങ്ങൾക്ക് പിറകിൽ നമ്മളുടെ മുതുമുത്തശ്ശന്മാർ, ഹോമോസാപ്പിയൻ എന്ന നമ്മളുടെ മുതുമുത്തശ്ശന്മാർ ഈ നിയാണ്ടർത്താൽ ജീവികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ മുതുമുത്തശ്ശിമാർ. മനസ്സിലായോ? അതിന്റെ ബാക്കിയാണ് ഞാനും നിങ്ങളും. എന്നിട്ടാണ് ഇവിടെ ജാതി പ്രമാണിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കലർന്നു വന്നതാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് വളരെ പ്യുവർ ആയിട്ടുള്ള മനുഷ്യവംശം എന്ന ഒന്നില്ല. ജനിതക ശാസ്ത്രപരമായി അത് മിഥ്യയാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ ജാതി പ്രമാണിത്വത്തിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ട് എന്താ കാര്യം എന്നാ ഞാൻ ഈ ചോദിച്ചതിന്റെ മലയാളം. എന്താ കാര്യം? ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ജാതി മിഥ്യകളുടെ നാറിയ ഉടുപ്പുകൾ അഴിച്ചു കളയാനുള്ള സമയമായിട്ടുണ്ട്. അതൊക്കെ അഴിച്ചു കളയാനുള്ള സമയമായിട്ടുണ്ട്. പുതിയ തലമുറ തീർച്ചയായും അത് ചെയ്തിരിക്കുമെന്നിടത്താണ് നമ്മുടെ നാടിന്റെ ഒരു മോഹം കിടക്കുന്നത്. ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മോഹം ആ തലമുറയിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഇതൊക്കെ അഴിക്കുണ്ടാവും. ഉപകാരമില്ലാത്ത, ഉപയോഗമില്ലാത്ത ഈ ഉടുപ്പുകളുണ്ടല്ലോ, ഈ വിഴുപ്പുകളുണ്ടല്ലോ, ഇതെല്ലാം അഴിച്ചു കളയേണ്ടാവും എന്ന് വിചാരിക്കുക. 65,000 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോഴോ അന്ന് ഇവിടെ മനുഷ്യരില്ല. ഇവിടെ മനുഷ്യരുണ്ട്. ഏത് മനുഷ്യരാണ്? ഈ നിയാണ്ടർത്താല് പോലെയുള്ള മനുഷ്യരായിരിക്കാം, നമുക്കറിയില്ല. എന്ത് ചെയ്തു ആ മനുഷ്യർ? ഇവരുമായിട്ട് ഇടകലർന്നു. അത് പുതിയ കണ്ടെത്തലാണ്. ഇവരുമായിട്ട് ഇടകലർന്നു. ഇന്നത്തെ ഇന്ത്യയെ, അതിന്റെ സംസ്കാരങ്ങളെ, അതിന്റെ വൈവിധ്യങ്ങളെ രൂപപ്പെടുത്തിയത് ഏറ്റവും ചുരുങ്ങിയത് 3 കുടിയേറ്റങ്ങളെങ്കിലുമാണ്. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു ഞാനൊന്നുമില്ല കേട്ടോ. ഞാനും എന്റെ ജാതി അതെന്തോ ഒരു ഒന്നുമില്ല. ഞാനും എന്റെ കുടുംബം എന്തോ വലിയ സംഭവിച്ചിട്ടാ ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യത്തിന് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നിലനിർത്താവുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതുവരെ ഓക്കെ, നല്ലതാണ്, ആവശ്യമാണ്. അതിലപ്പുറത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ വളരെ വേലി കെട്ടിയ വെള്ളം കിടക്കാത്ത അറകളായി എന്റെ കുടുംബം, എന്റെ തറവാട്, എന്റെ ജാതി, എന്റെ മതം, എന്റെ ഭാഷ, എന്റെ പ്രദേശം, ഈ മിഥ്യാഭിമാനങ്ങളെ ഒന്നും ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ഈ ശാസ്ത്രബോധം ഉണ്ടാവാനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കണമെന്ന ഞാൻ ഈ പറഞ്ഞ എന്റെ പൊരുള്. ഞാൻ പറഞ്ഞല്ലോ 3 കുടിയേറ്റങ്ങളെങ്കിലുമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെ ഉണ്ടാക്കിയത്. ഇന്ത്യ എന്ന് പറഞ്ഞ ഭയങ്കര വൈവിധ്യം നിറഞ്ഞതാട്ടോ.
ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു 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 ജനത നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എല്ലാ അർത്ഥത്തിലും. അതെ, നിങ്ങൾ ഇപ്പൊ ചൈനയിലെ ഒരു ഹാൻ വംശമുണ്ട്, നിങ്ങൾ നോക്കൂ, അവര് ജനിതകപരമായി നിങ്ങൾ അവരെ അടുത്തടുത്തൊക്കെ നിർത്തി നോക്കൂ, ഒരുപോലെയാണ് അല്ലെ. നിങ്ങൾ ജപ്പാൻകാരെ അടുത്ത് നിർത്തി നോക്കൂ. ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരുപാട് എലമെന്റുകൾ അവരുടെ ഉണ്ട്, ഭാഷ തൊട്ട്. നിങ്ങൾ ആഫ്രിക്കക്കാരെ എടുത്തു നോക്കൂ, നിങ്ങൾ ഫ്രഞ്ചുകാരെ എടുത്തു നോക്കൂ. ഞാൻ അവർക്ക് വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറയല്ല, പക്ഷെ ഒരു രാഷ്ട്രമായിട്ട് നിൽക്കാൻ ചില കാര്യങ്ങൾ വേണമല്ലോ, ചില കാരണങ്ങൾ വേണമല്ലോ. ആ കാരണങ്ങൾ അവർക്ക് വിഘടിച്ച് നിൽക്കുന്ന കാരണങ്ങളെക്കാൾ കൂടുതലായിട്ടുണ്ട് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഇന്ത്യക്കാരെ എടുത്തു നോക്കൂ, മലയാളിയെയും തമിഴനെയും അടുത്തടുത്ത് നിർത്തി നോക്കൂ, എന്താ സാമ്യത? ഇയാള് പറഞ്ഞ ആൾക്ക് തിരിയില്ല. നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരുള്ള ഒരാളെയും തൃത്താലുള്ള ഒരാളെയും അടുത്ത് പിടിച്ച് നിർത്തി നോക്കൂ. ചിറ്റൂരുകാരന്റെ ഭാഷ, ഇപ്പൊ നമ്മള് പിന്നെ ഏതോ സിനിമയിൽ ബിജു മേനന്റെ ഒക്കെ ഭാഷ കേട്ടിട്ടില്ലേ, ആ ഭാഷ ഈ തൃത്താലുള്ള ആൾക്ക് മനസ്സിലാവില്ല. ഒരു 100 കിലോമീറ്റർ വ്യത്യാസത്തിലെ വ്യത്യാസമാണ്. ആലോചിച്ച് നോക്കൂ. ഒരു 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 മലയാളിയെയും ഒരു തെലുങ്കനെയും അല്ലെങ്കിൽ ഒരു പഞ്ചാബിയെയും ഒരു കാശ്മീരിയെയും ആലോചിച്ചു, ഒരു മണിപ്പൂരിയെയും ഒരു ഒരു ആന്ധ്രയിലെ ഒരാളെയും നിങ്ങളൊന്ന് അടുത്ത് പിടിച്ച് നിർത്തി നോക്കൂ. എന്താ വ്യത്യാസം? എന്താണ് ഇവർക്ക് സാമ്യത? മനുഷ്യരെന്നുള്ള നിലയ്ക്ക് സാമ്യത ഉണ്ടാവും, പക്ഷെ ഒരു രാഷ്ട്രം വെറുതെ ഉണ്ടാവില്ല. അതിനൊന്നിച്ചു നിൽക്കാൻ ഒരുപാട് എലമെന്റുകൾ വേണം. ആ എലമെന്റുകൾ ഇങ്ങനെ നോക്കൂ കുറവാണ്. എന്താ അതിന്റെ കാരണം? ഇന്ത്യയിലെ വൈവിധ്യമാണ്. ഇപ്പൊ യൂറോപ്പിലൊക്കെ ഈ കിഴക്കൻ യൂറോപ്പും പടിഞ്ഞാറൻ യൂറോപ്പും അല്ലെങ്കിൽ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ, ആ വ്യത്യാസങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ അടുത്തടുത്ത ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ വ്യത്യാസം 2 മുതൽ 3 മടങ്ങ് വരെയാണ് എന്നാണ്. മനസ്സിലായോ? ഇപ്പൊ കരിമ്പുഴയിലുള്ള മനുഷ്യരും തൊട്ടപ്പുറത്ത് ശ്രീകൃഷ്ണപുരത്തുള്ള മനുഷ്യരും തമ്മിലുള്ള ജനിതകപരമായ വ്യത്യാസം യൂറോപ്പിലെ 2 പ്രദേശങ്ങൾ തമ്മിലുള്ള മനുഷ്യരുടെ വ്യത്യാസത്തെക്കാൾ 3 മടങ്ങ് കൂടുതലാണ് എന്ന് പറഞ്ഞ നമ്മുടെ വ്യത്യാസം എന്താ? നമ്മുടെ വൈവിധ്യം എന്താ? എന്നിട്ടും ശ്രീകൃഷ്ണപുരത്തും കരിമ്പുഴയിലുമുള്ള ആളുകൾ ഒരു രാഷ്ട്രമായി നിൽക്കുന്നില്ലേ? നിൽക്കണ്ടേ? മലയാളിയും കാശ്മീരിയും ബംഗാളിയും മണിപ്പൂരിയും ആസാമിയും ഗുജറാത്തിയും തെലുങ്കനും തമിഴനുമെല്ലാം ഒരു രാഷ്ട്രമായി നിൽക്കുന്നില്ലേ? നിൽക്കണ്ടേ? എന്താ നിൽക്കാനുള്ള കാരണം? ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കലാണ്. അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ആ വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ കൾച്ചറിന്റെ അടിത്തറ. അത് തകർന്നാല് അതുകൊണ്ട് ഇന്ത്യ ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ വൈവിധ്യങ്ങളാണ്. ഞാൻ 3 കുടിയേറ്റങ്ങളെ പറ്റി പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. ഒന്നാമത്തേത് പറഞ്ഞു 65,000 കൊല്ലം മുമ്പ് അവരിവിടെ വന്ന് കലർന്നു. അതിപ്പോ ആധുനിക ശാസ്ത്രം കണ്ടെത്തി. രണ്ടാമത്തേത് ഒരു 9,000 കൊല്ലം മുമ്പാണ്. ഇവിടുന്ന് 9,000 കേട്ടോ. എന്ന് വെച്ചാല് ക്രിസ്തുവിന് മുമ്പ് നമ്മൾ BCE എന്നൊക്കെ പറയില്ലേ, ഒരു 7,500 കൊല്ലം എന്ന് വിചാരിക്കാം. അതെവിടുന്ന് വന്നതാണ്? അത് ഇന്നത്തെ ഇറാനിൽ നിന്ന്, സാൻഗ്രോസ് എന്ന പേരുള്ള പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ഒരു വിഭാഗം. അവരെന്ത് ചെയ്തു? അവര് ഇന്നത്തെ പാകിസ്ഥാൻ ഉണ്ടല്ലോ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ മെഹർഗഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പറ്റിയാൽ ഇവിടേക്ക് ഒന്ന് പോകേണ്ടതാണ് കേട്ടോ. മെഹർഗഡ് 9,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാൻഗ്രോസിൽ നിന്ന് മെഹർഗഡിലേക്ക് കുടിയേറിയിട്ടുള്ള മനുഷ്യർ നമ്മുടെ പൂർവികരാ. ഇപ്പൊ അടിയാ, ക്രിക്കറ്റ് കളി നടക്കുമ്പോ അവരടിയാ. നമ്മുടെ പൂർവികരാണ്. അവര് മെഹർഗഡിൽ വന്നിട്ട് ആദ്യമായിട്ട് കൃഷി തുടങ്ങി. 9,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. കഷ്ടി 4,600ഓളം വർഷം കാലം മെഹർഗഡില് അവര് വിശാലമായിട്ടുള്ള ഒരു കാർഷിക ജീവിത സംസ്കൃതി രൂപപ്പെടുത്തി ജീവിച്ചു. കൃഷി തുടങ്ങി, ബാർലിയൊക്കെ തുടങ്ങിയവര്, ആടുകളെ വളർത്തി ജീവിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? അവിടെ നിന്നില്ല. ആ മട്ടിൽ അത് ഇപ്പൊ ഉണ്ടാവില്ല. അവര് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ പൂർവികരുമായിട്ട് കൂടിക്കലർന്നു. അവര് ഹാരപ്പയിൽ വന്നിട്ട്, നിങ്ങള് സിന്ധു നദീ തട സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുതിയ കാലത്ത് അങ്ങനെയും പറഞ്ഞുകൂടാ കേട്ടോ. നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്നാ പഠിച്ചിട്ടുള്ളത്. പുതിയ കണ്ടെത്തലുകൾ എന്താണ്? പുതിയ കണ്ടെത്തലുകൾ നിങ്ങൾക്ക് ഹാരപ്പൻ സംസ്കാരം എന്ന് വേണിച്ചാൽ പറയാം, അത് കുറെ ശരിയാ. ഹാരപ്പയെന്ന് മാത്രമൊന്നുമല്ലോ, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില്
പിന്നെ ധോളാവീര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ വീണ്ടും ഒരു സ്ഥലം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ പറ്റിയാൽ ധോളാവീരയിൽ ഒന്ന് പോകണം. ധോളാവീര ഗുജറാത്തിലാണ്. അഹമ്മദാബാദിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരെയാണ്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെതായ ഏറ്റവും വലിയ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പോ ഈ സാൻഗ്രോസിൽ നിന്ന് മെഹർഗഡിലേക്ക് കുടിയേറിയിട്ടുള്ള മനുഷ്യര് അവിടെ കൃഷിയും കന്നുകാലി വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് 10,000-4,000 കൊല്ലം ജീവിച്ചിട്ട് പതുക്കെ എന്ത് ചെയ്തു? ഈ സിന്ധുവിന്റെ തീരങ്ങളിലേക്ക് വന്നു. ഹാരപ്പയിൽ വന്നു, മോഹൻജാദാരയിൽ വന്നു, പിന്നെ ലോത്താളിൽ വന്നു, കാലിബംഗലിൽ വന്നു, ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു. എന്നിട്ട് അവരവിടെ വേറൊരു സംസ്കൃതി ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്നൊക്കെ പറയാ. ഞാൻ പറഞ്ഞ ഇപ്പോ പിന്നെ ഖഗർ ഹക്ര അങ്ങനെ ഒരു നദി ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? പുതിയ കണ്ടെത്തലാട്ടോ. അതുകൊണ്ട് സിന്ധു നദീതട സംസ്കാരം എന്ന് ഇന്ന് പറയില്ല. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അതായിരിക്കും, സിന്ധു നദീതടം ഖഗർ ഹക്ര തടം എന്ന് പറയണം. അത് വേറൊരു നദിയാ, ഖഗർ ഹക്ര. ഖഗർ എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയാണ് അത് അറിയപ്പെട്ടത്. ഹക്ര എന്ന് ഇന്ത്യയിൽ ആ നദിയുടെ പേരായിരുന്നു. എന്നാ നദി ഇല്ല, അത് വറ്റിപ്പോയി എന്ന് പറയുന്നു. അത് വേറൊരു കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പൊ ഇതിന്റെ തീരങ്ങളിലേക്ക് വ്യാപിച്ചു. 1000-700 കൊല്ലം അവിടെ ഹാരപ്പയിൽ അല്ലെങ്കിൽ ഈ സംസ്കാരം അവർ പടുത്തുയർത്തി. അവരെന്ത് ചെയ്തു? 1000-700 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ഇല്ലാണ്ടെയായി. ഇവിടുന്ന് പിന്നിലേക്ക് പിടിച്ചാൽ ഒരു 4500 കൊല്ലം മുമ്പാണ് ഈ സിന്ധു നദീതട ഹക്ര സംസ്കാരം ഉണ്ടായത്. ഇന്ന് ആ സംസ്കാരം ഇല്ല. പക്ഷേ നമ്മൾ ആ സംസ്കാരത്തിന്റെ ബാക്കിയാണ്. ഈ നാട്ടിലെ പെൺകുട്ടികള്, സ്ത്രീകള് കല്യാണം കഴിഞ്ഞിട്ട് നെറ്റിയില് തലയിലെ സിന്ദൂരം തൊടുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ബാക്കിയാണ് എന്ന് നമുക്കറിയോ? ആ സംസ്കാരം കലങ്ങിയെന്ന്, അത് കലർന്നു. ഞാനും നിങ്ങളും ഏത് ജാതിയും മതവുമായാലും നമ്മിലത് കലർന്ന് കിടക്കുകയാണ്. ഇപ്പോ വീട് വെക്കണ സമ്പ്രദായമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ നഗര കേന്ദ്രിതമായിട്ടുള്ള സംസ്കാരമാണ് ഹാരപ്പ. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാണ്ട് അതിനു മുമ്പ് കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള മെസപ്പൊട്ടേമിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതിന്റെ പ്രത്യേക നഗരമാണ്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടുന്ന്? ഇപ്പോ ആൽമരത്തിനെ പൂജിക്കണ സമ്പ്രദായം, യോഗവിദ്യ, ഞാൻ ഈ പറഞ്ഞ സിന്ദൂരം തൊടുന്ന പരിപാടി, നടുമുറ്റത്തിന്റെ ചുറ്റും വീട് വെക്കണ പരിപാടി, കാളയെ ആരാധിക്കണ രീതി, നമ്മൾ ഈ ലോട്ട എന്നൊക്കെ പറയില്ലേ, പാത്രം, ആ പാത്രം ഹാരപ്പയുടെ ബാക്കിയാട്ടോ. ഈ വളകളിലും ആഭരണങ്ങളിലും ഒക്കെ നമ്മൾ ചിത്രപ്പണികളൊക്കെ ചെയ്യുന്നില്ലേ? നോക്കൂ, ഇങ്ങനെ പലതും നമ്മൾ ഇന്ന് ചെയ്യുന്ന യോഗാസനം ഹരപ്പയെന്ന് വന്നതാ. അപ്പൊ അവരെന്ത് ചെയ്തു? അവിടെ 1000-600 കൊല്ലം ആ സംസ്കാരം ഇല്ലാണ്ടായി. എന്നിട്ടോ അവര് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. ആ മനുഷ്യരില്ലാതെയായില്ല, അവര് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ആദിമ മനുഷ്യരുണ്ട്. അവരെന്ത് ചെയ്തു? ഈ ആദിമ മനുഷ്യരുമായി ഹാരപ്പയിൽ നിന്ന് വന്ന മനുഷ്യൻ കൂടിക്കലർന്നിട്ട് ഈ തെക്കേ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ASI എന്നാണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പേര്, അതുണ്ടാക്കി. വടക്കേ ഇന്ത്യയിലോ അപ്പോഴൊക്കെയാണ് ക്രിസ്തുവിന് മുമ്പ് ഒരു കഷ്ടി 1900 കൊല്ലം മുമ്പേ മധ്യേഷ്യയിൽ നിന്ന് ആര്യന്മാര് വന്നത്. ഇന്ന് അവരില്ല, പക്ഷെ നമ്മൾ അവരുടെ ബാക്കിയാണ്. ഇത് 3ാമത്തെ കുടിയേറ്റ. അവര് ഈ ഹാരപ്പക്കാരുമായി കൂടിക്കലർന്നു. അവര് ഉത്തരേന്ത്യയിലെ ഇന്ന് കാണുന്ന ഒരു ജനവിഭാഗത്തെ ഉണ്ടാക്കി. ഈ മട്ടിൽ കലർന്ന് കലങ്ങി 10,65,000 വർഷം കൊണ്ട് ഉണ്ടായ ഒരു മനുഷ്യവംശമാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കാനാണ് വാസ്തവത്തിൽ നാം ചരിത്രവും സയൻസും പഠിക്കുന്നതിന്റെ മാനുഷികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ ഒരു തലം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാലോ? അങ്ങനെ മനസ്സിലാക്കിയാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങളുടെ ആചാരം അതാണ്, നിങ്ങളുടെ അനുഷ്ഠാനം അതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളെ മനസ്സിലാവണില്ല. അത് മതത്തിന്റെ മാത്രം കാര്യമല്ല കേട്ടോ, അത് മതത്തിന്റെ മാത്രം കാര്യമല്ല. വീട്ടിലുള്ളവർക്ക് മനസ്സിലാവണുണ്ടോ? എനിക്കറിയില്ല. 4-5 ആളേ ഉള്ളൂ വീട്ടിൽ, ഭാര്യയും ഭർത്താവും മക്കളുമാണ് അല്ലേ? മക്കളാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ പേരക്കുട്ടികളും മുത്തശ്ശിയും തമ്മിൽ വഴക്കാണ്. നേരത്തെ പറഞ്ഞതേ, മറ്റേ തള്ള വൈബാണേ. അപ്പോ പെൺകുട്ടികളാ, 18-20 വയസ്സായിട്ട് പ്രായമുള്ള പെൺകുട്ടികളാ. അപ്പൊ എന്തിനാ വഴക്ക്? പാലസ്തീന് പറഞ്ഞിട്ടൊന്നുമല്ല,
തണ്ണിമത്തന്റെ ബാഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല വഴക്ക്. പിന്നെയോ ഈ പെൺകുട്ടി ട്രൗസർ ഇട്ടിട്ടുണ്ട് എന്നാ. ഈ പെൺകുട്ടി ട്രൗസർ ഇട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടി വേറെ ലോകാണ്. 20 വയസ്സായിട്ടുള്ള പേരക്കുട്ടീനെ 65 വയസ്സായിട്ടുള്ള മുത്തശ്ശിക്ക് മനസ്സിലാവണില്ല. മുത്തശ്ശീനെ തിരിച്ചു വിട്ടോ, അതും വേണ്ടേ പറയാ. മുത്തശ്ശി വേറെ ലോകാണ്, പെൺകുട്ടി വേറെ ലോകാണ്. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരുപാട് പഠിച്ചു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, നല്ല ബിരുദങ്ങൾ ഉണ്ടായി, വലിയ ജോലി കിട്ടി, നല്ല ശമ്പളം ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിയെ മനസ്സിലാവണ്ടേ? വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാവണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ അയൽക്കാരിയെ മനസ്സിലാവണ്ടേ? നിങ്ങളുടേതല്ലാത്ത സംസ്കാരവും ജീവിത രീതിയും പിന്തുടരുന്ന ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയണ്ടേ? സഹിഷ്ണുതയോടെ അവരോട് സംവദിക്കാൻ കഴിയണ്ടേ? മര്യാദയോടുകൂടി നിങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയണ്ടേ? അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ബിരുദം കൊണ്ട് അവർക്കെന്ത് കാര്യം? ഇത്രയേ ഉള്ളൂ. അവർക്കെന്ത് കാര്യം? ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ, ആ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന സമ്പ്രദായത്തിന്റെ, കരിക്കുലത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമൊക്കെ പൊളിറ്റിക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നോക്കൂ, ഈ ആധുനികത ഉണ്ടാക്കുന്ന വലിയ പിളർപ്പുകളുണ്ട്. ഈ ആധുനികത ഉണ്ടാക്കുന്നതാണ് പല ജാതി പിളർപ്പുകളാ. നമ്മളിപ്പോ ആ പിളർപ്പിൽ ജീവിക്കാൻ, ഞാൻ ഈ കരയിലും നിങ്ങൾ ആ കരയിലുമാണ്, ഇങ്ങനെ ജീവിക്കാൻ. ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ് കേട്ടോ, ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടില് ഒരു 2 വീട്ടുകാർ തമ്മിലൊരു തർക്കം, കുഞ്ഞു തർക്കാണ്. ആ വീട്ടിലെ കൊമ്പ് ഇയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് ശല്യം ചെയ്യണം. അപ്പൊ അതൊന്ന് വെട്ടിക്കൊടുക്കാൻ പറയണം. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളുടെ അയൽക്കാരനല്ലേ, എന്റെ അയൽക്കാരനല്ല. എനിക്ക് പരിചയമുണ്ട്, പക്ഷെ എന്റെ അയൽക്കാരനല്ല. നിങ്ങൾക്ക് പറഞ്ഞൂടെ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ 18 കൊല്ലമായിട്ട് അയാളോട് മിണ്ടിയിട്ടില്ല. കോളറൊക്കെ എങ്ങനെയാക്കിട്ടാ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഇയാൾക്ക് 2 PG ഉള്ള ആളാ. 2 PG ഉണ്ട്, വലിയ ഉദ്യോഗമുണ്ട്, നല്ല ശമ്പളമുണ്ട്. അയൽക്കാരനായ ഒരു മനുഷ്യനുമായി 18 വർഷത്തോളമായി മിണ്ടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിരുദങ്ങൾ കൊണ്ടുപോയി തോട്ടിലെറിയോ? ഒരു കാര്യമില്ല കേട്ടോ, സിംപ്ലി വേസ്റ്റ്, ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാണ് 18 കൊല്ലായിട്ട് എന്തായിരുന്നു? വല്ല ഭയങ്കരമായ പ്രശ്നമാണോ? ഇതിന്റെ വേറൊരു വെർഷനാ. ഇപ്പൊ കൊമ്പാ വന്നത്. അന്ന് പശുക്കുട്ടി ചാടിയെന്നാ. 18 കൊല്ലം മുമ്പ് എൻ്റെ ഒരു പശുക്കുട്ടി അയാളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വൈക്കോക്കുണ്ടയിലത്തെ വൈക്കോല് തിന്നു എന്ന് പറഞ്ഞുണ്ടായിട്ടുള്ള കച്ചറയെന്ന് തുടങ്ങിയ വൈരാഗ്യാണ്. ഇന്ന് വരെ അത് തീർന്നിട്ടില്ല. 2 PG കുന്താണ്, ഒരു കാര്യമില്ല. അപ്പൊ എന്താ ഞാൻ ഈ പറഞ്ഞു വന്നതെന്നറിയോ? ആധുനികത നമുക്കിടയിൽ ഒരുപാട് പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കൊമ്പിലാണ് നമ്മുടെ ജീവിതം. ആ പിളർപ്പുകളെ ഒഴിവാക്കാനും, ഞാനും നിങ്ങളും തമ്മിലുള്ള, 2 വ്യക്തികൾ തമ്മിലുള്ള നാനാതരം വൈരുദ്ധ്യങ്ങളെ മാനവികതയുടെ തലത്തിൽ പരിഹരിക്കാനും സാധിക്കുക എന്നുള്ളതാണ് കരിക്കുലത്തിന്റെ ലക്ഷ്യം. പറഞ്ഞു മനസ്സിലായോ? ഞാനും നിങ്ങളും 2 കൊമ്പത്തിരിക്കല്ല. നമുക്ക് 2 ആൾക്കും കൂടി വരാവുന്ന ഒരു സ്പേസ് ഉണ്ടാവണം. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ മുസ്ലിമാണ്, ഒരാൾ സ്ത്രീയാണ്, ഒരാൾ പുരുഷനാണ്, ഒരാൾ അപ്പുറത്തെയാണ്, ഒരാൾ ഇപ്പുറത്തെയാണ്. നിങ്ങൾ 2 കൊമ്പിലിരുന്ന് നിങ്ങൾ 2 കൊമ്പിലിരിക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പളർപ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പുതിയൊരു സ്പേസ്, ഒരു ഗ്രൗണ്ട് ഉണ്ടാവണം. ആ ഗ്രൗണ്ട് എന്താണ്? അത് ഹ്യൂമാനിറ്റിയുടെ ഗ്രൗണ്ടാണ്, മാനവികതയുടെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് വേറെ ആരും ഉണ്ടാക്കില്ല, നമ്മൾ സ്വയം ഉണ്ടാക്കണം. ആ ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ സമൂഹം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താ പറയാ, സാമൂഹ്യമായിട്ടുള്ള ഒരു ദർശനം എന്ന് പറയണത്. അവിടുന്ന് ചുരുങ്ങിയിട്ട് ഇന്റെ ജോലി എന്നുള്ളിടത്തേക്ക് മാത്രമായ ഈ ഗ്രൗണ്ട് പണിയില്ല, ഗ്രൗണ്ട് പണിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നമ്മുടെ നാട്ടില് പലതരം സാമൂഹ്യമായ അസ്വാസ്ഥ്യങ്ങൾ നിലനിൽക്കുന്നത്.